പ്രിയരെ, ഇന്ന് പാപ്പിനിശ്ശേരി പാലത്തിൻ്റെ മുകളിലാണുള്ളത്. പാലം ബോർഡൊക്കെ വെച്ച് ഇപ്പം 2 ദിവസമായിട്ട് തകൃതിയായിട്ട് പണി നടക്കുവാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ പുരോഗതി എത്രത്തോളമാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പാപ്പിനിശ്ശേരി വരെ പോയത്. പോയി നോക്കുമ്പോൾ കണ്ട അവസ്ഥ വളരെ രസകരമാണ്. ആയിരക്കണക്കിന് വണ്ടി പോകുന്ന പാലങ്ങളാണ് ഈ പാപ്പിനിശ്ശേരി പാലവും താവം പാലവും. ഇത് രണ്ടും മുഴുവനായും ഗതാഗതം ക്ലോസ് ചെയ്തിട്ട് വളരെ തുലവും തുച്ഛമായ പണിക്കാരെ വെച്ച്, വിരളിലെണ്ണാവുന്നത്ര പണിക്കാരെ വെച്ച് വെറുതെ ഇങ്ങനെ സമയം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് മൈക്രോ കോൺക്രീറ്റിംഗ് ഒക്കെ നടക്കുന്നതാണ് പറയുന്നത്. മൈക്രോ കോൺക്രീറ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ട് അതിനുള്ളൊരു എക്സ്പ്ലനേഷനോ കാര്യമോ ഒന്നും കൃത്യമായിട്ട് തരാൻ അവർക്ക് സാധിക്കുന്നില്ല. നന്നായിട്ട് മഴ പെയ്യുന്നുമുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മഴയത്ത് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവരുടെയും വാദം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എപ്പോൾ ചെയ്ത് തീരുമെന്ന് പറഞ്ഞാൽ നോക്കാം, മഴ പോവുകയാണെങ്കിൽ വേഗം തീരും, ഇല്ലെങ്കിൽ ഇനിയും സമയമെടുക്കും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ആഴത്തിൽ കുഴിയുള്ള സ്ഥലങ്ങളൊക്കെ കിളച്ച് വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇത്തരം സംഗതികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആയിരക്കണക്കിന് വണ്ടികളാണ് വഴിതിരിച്ചു വിടുന്നത്. എത്രയേറെ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു വിലയിരുത്തലും ഒരു നടപടി ഇതിനെതിരെ ഇല്ല. ഇത് വളരെ സാവധാനത്തിൽ ഇങ്ങനെ ചെയ്യുന്നു. ഒരു ഭാഗത്ത് മഴ പെയ്യുന്നു, ഒരു ഭാഗത്ത് ആളിരിക്കുന്നു, 1-2 സൂപ്പർവൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ട് കാര്യങ്ങൾ നോക്കാനും ആക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതല്ലാതെ ഇത്തരൊരു സംഗതികൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫോഴ്സ് ഉപയോഗിച്ച് അതിന് വേണ്ടപ്പെട്ട അധികൃതരൊക്കെ വന്ന് ഇൻസ്പെക്ടറൊക്കെ ചെയ്ത് അതിൻ്റെ ഭരണസമിതിയിലുള്ളവരും മറ്റുമൊക്കെ നോക്കി എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നോക്കി യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് സ്റ്റാഫുകൾ ഉപയോഗിച്ച് ചെയ്ത് തീർക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ അത്തരത്തിലുള്ള ഒരു സംഗതിയൊന്നും കാണുന്നില്ല. ഇതിനു മുമ്പും ഒരു മുഴുനീള പാലയടപ്പ് ഉണ്ടായിരുന്നു, ഏതാണ്ട് 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ചയൊക്കെ. ആ സമയങ്ങളിൽ ഇത്തരത്തിൽ തന്നെയാണ് 2-3 ആൾക്കാരൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്നും പറയാൻ കഴിയില്ല. ജനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഈ MLA-മാരും ഭരണാധികാരികൾക്കും ഒന്ന് കണ്ടിട്ട് ഇതൊന്ന് വേഗത്തിലാക്കി ശാശ്വതമായ ഒരു പരിഹാരം എന്താണ്, ഇനി ഒന്നും അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ചെയ്താൽ മാത്രമേ അത്യാവശ്യമെങ്കിലും പോകുള്ളൂ എന്നാണ് തോന്നുന്നത്. ഈ ചെയ്യുന്ന രീതിയും പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് തോന്നുന്നത് ഇമ്മീഡിയറ്റായിട്ട് ഇനിയും അത്തരത്തിലുള്ള കുണ്ടുകൾ തന്നെ വരികയും ചെയ്യും. നമ്മളെപ്പോലുള്ളവരിങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. വീണ്ടും ഇത്തരം ഒരു ഗതാഗത നിയന്ത്രണവും റോഡ് ക്ലോസ് ചെയ്യലും തുടർന്നും ഈ പരിപാടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ എത്രയും വേഗം പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് നോക്കും. ഇപ്പം ഒരു അലംഭാവത്തോടു കൂടി ഇങ്ങനെ സാവധാനം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. എന്നാണ് ഈ നാട് നന്നാകുന്ന ഒരു ഐഡിയ ഇല്ല. നന്ദി, നമസ്കാരം.